താമരശ്ശേരിയിലുണ്ടായ ഈ സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കൂടി പ്രതികരിക്കുകയാണ്. അതിൻ്റെ ചെയർപേഴ്സൺ KB മനോജ് കുമാർ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് ശ്രീ KB മനോജ് കുമാർ. ഒരുപക്ഷെ നമുക്ക് നടുക്കമുണ്ടാക്കുന്നൊരു വാർത്തയാണ് കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്ന് വരുന്നത്. ഇന്നലെ രാത്രി ഈ കുട്ടി മരിച്ചു. ഈ കുട്ടിക്ക് അത്രയും കൂടുതൽ ഗുരുതരമായി തുടരുകയായിരുന്നു കഴിഞ്ഞ 2 ദിവസങ്ങളായി. താങ്കൾക്ക് ഈ വാർത്ത കേൾക്കുമ്പോൾ ആദ്യം പറയാൻ തോന്നുന്നത് എന്താണ്? അത്യന്തം നീചമായ ഒരു പ്രവൃത്തി തന്നെയാണ്. ഇത് ഒരു തരത്തിലും നമുക്ക് അംഗീകരിച്ചു പോകാൻ കഴിയാത്ത ഒരു കാര്യം കൂടിയാണ്. കുട്ടികൾ തമ്മിലുള്ള സംഘർഷങ്ങൾ, അതോടൊപ്പം അതിൽ മുതിർന്നവർ ഇടപെടുകയും ചെയ്യുന്ന രീതികളൊക്കെ ഒരു തരത്തിലും സ്കൂൾ അന്തരീക്ഷത്തിന് സുഗമമായ ഒരു കാര്യമല്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. മാത്രവുമല്ല, ഞങ്ങളിപ്പോൾ കമ്മീഷൻ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്ന കമ്മീഷൻ മീറ്റിംഗിൽ ഒരു തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. കുട്ടികളും തമ്മിലുള്ള സംഘർഷങ്ങളും, അതുപോലെ തന്നെ അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള സംഘർഷങ്ങളും, അതോടൊപ്പം മയക്കുമരുന്നിന്റെ വ്യാപനവും ഇത് സംബന്ധിച്ചൊരു പഠനം നടത്താൻ വേണ്ടി, സ്കൂൾ തലത്തിലുള്ള ഒരു പഠനം നടത്താൻ വേണ്ടി കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്. തീർച്ചയായും അതിന്റെ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന് റിപ്പോർട്ടും സമർപ്പിക്കുന്നതാണ്. അത്യന്തം അപകടകരമായ സാഹചര്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും നിലനിൽക്കുന്നത്. കാര്യം, കുട്ടികളെ ലഹരിയിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ അത്തരം മാരകമായ മയക്കുമരുന്നുകൾ ഉപയോഗിക്കാൻ പഠിപ്പിക്കുക, പിന്നെ അവരെ കാര്യറാക്കുക, പിന്നീട് അവർക്ക് അക്രമത്തിൻ്റെ വഴി പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മുതിർന്നവർ ചെയ്യുന്ന ഹീനപ്രവൃത്തിക്ക് മൂക്കിടിച്ച് വീഴുന്ന നമ്മുടെ പാവം കുഞ്ഞുങ്ങളാണ്, കുട്ടികളാണ്. എന്നാൽ ഈ കേസ് രീതി വ്യത്യസ്തമാണ്. കാരണം ഈ കുട്ടിയെ കൊലപ്പെടുത്താൻ ഇവർ ആദ്യമേ തന്നെ ആഗ്രഹിച്ചിരുന്നു എന്ന രീതിയിലുള്ള ചാറ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നു ബാലാവകാശ കമ്മീഷനൊക്കെ വളരെ അതിശക്തമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുന്നില്ലെങ്കിൽ വലിയ അപകടമായിരിക്കും നമ്മുടെ കുട്ടികളുടെ ലോകത്ത്. തീർച്ചയായും ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങൾ ഇടപെടാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. ഞങ്ങളുടേതായ രീതിയിൽ തന്നെയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഏകോപിപ്പിക്കും. KB മനോജ് കുമാർ, ബാലാവകാശ കമ്മീഷൻ എടുക്കുന്ന എന്ത് നീക്കത്തിനും 24-ന്റെ പൂർണ്ണ പിന്തുണ താങ്കൾക്ക് ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ്. കാരണം ഇതൊന്നും കേരളത്തിൽ വച്ചു പൊറിപ്പിക്കാൻ കഴിയില്ല നമുക്ക്.